ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ചാക്കോച്ചനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഡോൺ ചേട്ടൻ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്ലാനിൽ ഇവൻ്റെ യൂണിഫോം ഒക്കെ മാറ്റി ഞാനും ഡ്രസ്സ് മാറി പോകാമെന്നായിരുന്നു. ബട്ട് അവൻ ഇന്ന് യാദൃശ്ചികമായിട്ട് സ്കൂളിൽ നിന്നേ ഡ്രസ്സ് മാറിയിട്ടാണ് വന്നത്. എന്ത് പറ്റിയെന്ന് നോ ഐഡിയ കേട്ടോ. അപ്പോൾ തോമുനെ റെഡിയാക്കി കൊണ്ടുവന്നു. വേറൊന്നുമല്ല, നമ്മുടെ ചാക്കോച്ചൻ്റെ സർജറി നാളെ ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നാളെ രാവിലെ പോകേണ്ടതുകൊണ്ട് തന്നെ അച്ഛൻ ആ സമയത്ത് കുർബാന നമ്മുടെ രാവിലത്തെ കുർബാനയുടെ തിരക്കിലായിരിക്കും. കാണാൻ പറ്റിയില്ലെങ്കിൽ അതും വലിയൊരു സങ്കടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ അടുത്തും കെസ്റ്റൻ്റെ അടുത്തും ഇങ്ങനെ പോവാന്നുള്ള കാര്യം പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന് പറഞ്ഞാൽ അതൊരു സമാധാനമാണ് കേട്ടോ. അതിപ്പം ആരായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ആരായാലും ഇപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അവിടെ ചെന്നപ്പം അച്ഛൻ ചായ കുടിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ എന്താ പറയുക, അച്ഛൻ്റെ മഫ്തി വേഷത്തിലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു അച്ഛൻ ചായയൊക്കെ കുടിച്ചിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനെ കാണിക്കുന്ന വീഡിയോസിലെല്ലാം കുറേ പേര് വന്ന് കമൻസ് ഇടാറുണ്ട്. അയ്യോ ഞങ്ങളുടെ പുണ്യാളൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അച്ഛൻ ദേ പ്രാർത്ഥിച്ച് വിട്ടിട്ടുണ്ട്, എല്ലാം ഭംഗിയിൽ കഴിഞ്ഞിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന സമയം കൊണ്ട് ഇവർ കെസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് വന്നു. പക്ഷേ അവർ പോയിട്ട് കാര്യമില്ലല്ലോ, ഞാനും കൂടെ പോകണ്ടേ. കെസ്റ്ററിനോട് പറഞ്ഞിട്ട് വന്നു, നാളെ ഇങ്ങനെ ചാക്കോച്ചനെ കൊണ്ടുപോകുന്നുണ്ട്, എൻ്റെ മോൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവനോടും കാര്യങ്ങൾ പറഞ്ഞില്ലേ പിന്നെ അവന് സങ്കടമാവില്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ചാക്കോച്ചൻ അമ്മ വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. തോമു ഓൾറെഡി ഉച്ചയ്ക്ക് കണ്ടു, പക്ഷെ ആ ഒരു ഇത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ ദേ ചാക്കോച്ചൻ വന്നു. അമ്മേനെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അവന് എല്ലാവരെയും സോപ്പിട്ട് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് അവനിലുണ്ട് കേട്ടോ. അതിപ്പം അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഇവിടുത്തെ പേരൻസ് ആയിക്കോട്ടെ, ഡിംപിൾ ആയിക്കോട്ടെ, ആൻസൺ ആയിക്കോട്ടെ, എല്ലാവരോടും ഒരു പ്രത്യേക മമതയുണ്ട് കേട്ടോ അവന്. അതവൻ്റെ കഴിവാണ്. അപ്പോൾ നാളെയാണ് കേട്ടോ നമ്മുടെ ചാക്കോച്ചൻ്റെ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത്. വെനസ്ഡേ മോർണിംഗ് 9:30-ക്കാണ്. നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെന്ന് അഡ്മിറ്റ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിന്ന് പോയി, അല്ല ഇന്ന് പോയിട്ടില്ല. ഇന്ന് ഫോണിൽ വിളിച്ച്, അതായത് നമ്മൾ തലേദിവസം വിളിച്ച് അതായത് കൺഫർമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ പനി, ചുമ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പാച്ചുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സോ അതൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ തരിയൻ ഡോക്ടറിനെ ക്ലിനിക്കിൽ നിന്ന് വിളിച്ചിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിരുന്നു, നാളെ ചെയ്യല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഇൻഷുറൻസ് ആ ഹോസ്പിറ്റലിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കയറുമ്പം കിട്ടില്ല. ബട്ട് നമുക്ക് ബില്ലുകളൊക്കെ സബ്മിറ്റ് ചെയ്താൽ ചിലപ്പം റീഇംബേഴ്സ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവരവരുടെ മാക്സിമം ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ തല നോക്കണ്ട, ഒരു സുഖമില്ല അല്ലേ. അങ്ങനെയൊക്കെ ഇരിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ് തിരക്കും ഉണ്ട്. അതും നമുക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയും ചെലവ് കൂടും. ഇൻഷുറൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റെഡി ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വലിയ ടെൻഷനൊന്നുമില്ല. പാച്ചുവിൻ്റെ കാര്യം കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് സോറി കേട്ടോ, എൻ്റെ ഒരു ബട്ട് ഇപ്പോൾ വലിയൊരു വിവാദമായേക്കാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ബട്ട് വരുന്നുണ്ട്. ആ ബട്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ത്രെഡ് ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആകെ കൊലക്കേടില്ല. അപ്പം ഞാൻ മറ്റേതൊന്ന് ഹെയർ ഒന്ന് ഗ്രേ ആയാലും ഞാൻ എന്തെങ്കിലും പോയി ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തേലും ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് റെഗുലർ ആയിട്ട് പോയിട്ട് അങ്ങനെ മിനുക്കി ഇരിക്കണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത് എൻ്റെ ഹെയറിനെ കൂടുതൽ എഫക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ടോ വാല് പോലെ. എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ കാര്യത്തില്. പിന്നെ നിങ്ങൾ കണ്ടു കാണും. അമ്മ വന്നിട്ടുണ്ട്. അമ്മ ആക്ച്വലി സർജറിക്ക് ശേഷം വരാം എന്നാണ് പറഞ്ഞത്. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അമ്മ വരുന്നുണ്ട് കുട്ടീനെ കാണാൻ. അപ്പൊ അമ്മ കുറച്ച് നേരത്തെ വായോ. പറഞ്ഞ പോലെ എനിക്കും കുറെ കാര്യങ്ങൾ പെൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേനെ 2 ദിവസം ഇവിടെ നൈസായിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഡിംപിളിനായാലും അമ്മയ്ക്കായാലും ഒക്കെ തിരക്കുണ്ട്. ഇനി ഇതിനെ ഒരു ന്യായീകരിക്കല് വേണ്ട. സർജറി പ്രമാണിച്ച് അമ്മ വന്നു അങ്ങനെയല്ല. അവനെ എന്തായാലും ഇതിന് ശേഷം കാണാൻ വരാനിരുന്നാണ്. അത് ഞാൻ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു സമാധാനമുണ്ട്. ഇവിടെ ഉള്ളവർക്കായാലും ഒരു സമാധാനമുണ്ട്. കാരണം എല്ലാവരും തിരക്കില് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈവൻ ഞാനാണെങ്കിൽ പോലും ഇന്ന് ഞാൻ അമ്മ വരുന്നതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ നാളത്തെ കാര്യത്തിൽ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ചാക്കോച്ചന് വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കണമായിരുന്നു. പിന്നെ അവനെ എൻഗേജ്ഡ് ആക്കാൻ കുഞ്ഞു കുഞ്ഞു കളറിംഗ് ബുക്സ് അവനായിട്ട് അവന് പറ്റണത്. ഇവിടെ ഇരിക്കുന്നതെല്ലാം തോമുവിന്റെ സാധനങ്ങൾ. അപ്പൊ തോമു നോക്കി കളർ ചെയ്യുന്ന, അതായത് സെലക്ട് ചെയ്ത് കളർ ചെയ്യുന്ന കൂട്ടത്തില്. ചാക്കു അങ്ങനെയല്ല. അപ്പം ഏറ്റവും
മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡോക്ടർ കുറെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അറിയാലോ, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അവനെ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ ഡിന്നർ കൊടുത്തിട്ട്, അപ്പം അവൻ പാല് കുടിക്കുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ വെളുപ്പിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് പാല് കൊടുത്തിട്ട് ഉറക്കിക്കോളും. പിന്നെ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം 6 മണിയാകുമ്പോൾ നമുക്ക് എന്തായാലും എഴുന്നേക്കണം. അതിനു മുമ്പ് ഞാൻ എഴുന്നേക്കണം. അവന്റെ കുപ്പിയും പാട്ടയും തിളപ്പിക്കുകയും ഫ്ലാസ്കിൽ വെള്ളം ചൂടാക്കി എടുത്തുകൊണ്ട് പോകണം. കാരണം നമ്മൾ മോസ്റ്റ്ലി നാളെ അവിടെ അഡ്മിറ്റ് ആയിരിക്കും. അഡ്മിറ്റ് ആവണമെന്നാണ് അവർ പറഞ്ഞത്. അനസ്തേഷ്യ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിറ്റ് ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കിയതെന്ന് വെച്ചാൽ ഡാഡി എവിടെയോ പോയിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോഴും നോക്കിയത്. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുമ്പം ഡാഡി ഇല്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് കിട്ടി. ഒന്ന് മനസ്സ് കുറച്ച് ശാന്തമായി. കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. അതിൽ നിന്നൊരു ഇത് കിട്ടി. പ്രാർത്ഥിച്ചു. പിള്ളേരെ രണ്ടുപേരെയും ബ്ലെസ് ചെയ്തു. ഞാൻ എന്നെയും ബ്ലെസ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചിരിച്ച് കളിച്ച് ഇരിച്ചെന്ന് പറഞ്ഞാലും ചെറിയ സം ടൈംസ് നമുക്കത് കുറച്ച് സ്ട്രെസ് വരും. അപ്പം അതൊക്കെ ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു തരുമോന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സെറ്റ് ചെയ്ത് തന്നിട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പേടിയുണ്ടോ എന്ന് ഇടയ്ക്ക് വീഡിയോ കട്ടായി പോയത് വേറൊന്നും കൊണ്ടല്ല. ആസ് യൂഷ്വൽ സ്പേസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ഫോണിനൊരു സ്പേസ് ഇഷ്യൂ നല്ലപോലെ വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഓർണമെന്റ്സിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവണം എല്ലാവരും. എൻ്റെ അറിവിൽ കുറച്ച് പേരെങ്കിലും. കാരണം ഞാനിപ്പോൾ വീഡിയോ അങ്ങനെ ഈ ഒരാഴ്ച കുറച്ച് ബമ്മലായതുകൊണ്ട് തന്നെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മറ്റേ ബിസിനസ് വീഡിയോ ആണെന്ന് കാണുമ്പോൾ തന്നെ ഒരു പകുതി മുക്കാൽ പേരും അത് അവോയ്ഡ് ചെയ്യും. ബട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു നോക്കണം. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുറേ ഓർണമെന്റ്സ് ഞാൻ ഈ ഒരു 1 വീക്കിലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനങ്ങനെ ഓവറായിട്ട് സ്റ്റോക്കൊന്നും എടുത്തു വെക്കുന്നില്ല. ഭയങ്കര മിനിമൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ എടുത്തു വെക്കണുള്ളൂ. പിന്നെ ഓണം ഹാമ്പേഴ്സിന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. എനിക്ക് 2-3 പേര് ഹാമ്പേഴ്സിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. അതായത് വീട്ടിലേക്ക് ആ സമയത്താണ് വീട്ടിൽ പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷൻസ് ഒക്കെ വരുന്നത്. അപ്പം അതിനെ റെപ്രസെൻ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ള ഇതിൽ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പറ്റിയാൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അല്ലാത്തതുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ മാത്രം ഞാൻ ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. എല്ലാവരും ചാക്കോച്ചനെ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങൾ കുറേ പേര് എനിക്കിന്ന് മെസ്സേജ് ഇടുന്നായിരുന്നു, ചാക്കോച്ചൻ്റെ സർജറി നാളെ അല്ല, മീൻസ് റൂട്ട് കനാൽ നാളെ അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഒരുപാട് സന്തോഷമായി. കാരണം 1 വീക്കായി ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടോ ഒക്കെ. ഇനി ഇത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു ഇത് കേട്ട പിന്നെ ഞാനൊന്ന് ഒന്ന് പിന്നോട്ട് വലിഞ്ഞു. ഒന്ന് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ഇത് വന്നല്ലോ. ബട്ട് നിങ്ങളത് ഓർത്ത് വെച്ച് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ എല്ലാ പിള്ളേരും ഇഷ്ടമാണ്. എന്നാലും അവന് ഒരു പടി കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും അവനെ പ്രാർത്ഥനയിൽ ഓർക്കുക. അവനിങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഞാനും ഒരു പങ്കാളിയാണ്, അറിഞ്ഞോ അറിയാണ്ടോ. ഇനി അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്യണം നല്ല രീതിയിൽ. അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. നാളത്തേനായിട്ടൊന്നും വെക്കണില്ല. കാരണം നാളെ ഞാൻ ഈ സമയം മീൻസ് സർജറിയുടെ സമയത്ത് കുറച്ച് ബിസി ആയിരിക്കും. ഞാനും ഡോൺചേട്ടനും ചാക്കോച്ചനും മാത്രമേ പോകുന്നുള്ളൂ. കാരണം ഇവിടെ ആള് വേണം. ഡാഡിക്കായാലും പിള്ളേരെയൊക്കെ ഡ്രോപ്പ് ചെയ്യണം. നാളെ ഡാഡിക്ക് പാച്ചുവിനെയും തോമുവിനെയും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം തിരിച്ച് തോമുവിനെ പിക്ക് ചെയ്യണം. 12 മണിയാകുമ്പോൾ കറക്റ്റ് പോയി പിക്ക് ചെയ്യണം. നമ്മുടേതായ ബിസിനസ് തിരക്കുകളും കാര്യങ്ങളും എനിക്ക് കൊറിയർ ചെയ്യാനുണ്ട്. മമ്മിക്ക് കാണും, ഡിംപിളിന് കാണും. ഡിംപിളിനും തിരക്കുണ്ട്, എനിക്കും തിരക്കുണ്ട്. ഞാൻ ഈ വർഷമായിരിക്കും കുറച്ചും കൂടെ ഇൻവോൾവ് ആവുന്നത് ഹാമ്പേഴ്സിൽ. ഞാൻ വിചാരിച്ചു പറ്റിയത് ഞാൻ ഓണത്തിന്റെ സമയമാകുമ്പോൾ വീട്ടിൽ പോവും. ഈ പ്രാവശ്യം പോണില്ല എന്നല്ല, പോവുകയൊക്കെ ചെയ്യും. ബട്ട് ബിസിനസ് നോക്കി പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ബിസിനസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, നമ്മളത് ചെയ്താലേ അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഈ മാസം വലിയ സുഖമൊന്നുമില്ല യൂട്യൂബ്. അങ്ങനെയൊക്കെ. എന്നാലും കുഴപ്പമില്ല. എങ്ങനെയൊക്കെയൊക്കെ നമുക്ക് തട്ടിമുട്ടി പോകാം. ബട്ട് അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അങ്ങനൊരു പ്രശ്നം ഈ ഒരു സംഭവത്തിനുണ്ട്. ഉറക്കം വരുന്നുണ്ട് ഒരു സൈഡ്. എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ ഉറങ്ങി തീർക്കേണ്ടി വരുമോ ആവോ അറിയില്ല.
നമ്മൾ പാച്ചുവിന്റെ പോയപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ സർജറിക്ക് കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയി ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ കഴിയാറാകുമ്പോൾ വിളിക്കും. കാരണം ഒരു 2 to 3 അവേഴ്സ് കാണും. നമുക്ക് ടെൻഷനാണ്. അത് വേറെ കാര്യം. അവരെ സംബന്ധിച്ച് അവർക്ക് കൂളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ, ഇത് എവിടെയാണ് ഡോക്ടറിന്റെ ക്ലിനിക്ക് വരുന്നതെന്നുള്ളത്. നമ്മുടെ തൃശ്ശൂര് തരിയൻസ് ഡെന്റൽ ക്ലിനിക് എന്നാണ് പേര്. നമ്മുടെ ജൂബിലിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് വഴിയാ പറയുന്നത്, ഫാത്തിമ നഗർ എന്ന് പറയാൻ പറ്റില്ല അതിന്. കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്രസ്സ് മെൻഷൻ ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ തന്നെ അയച്ചു തരാം. അല്ലാണ്ട് പറയാൻ എനിക്ക് അറിയില്ല. തൃശ്ശൂരുകാർക്ക് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. കുട്ടികളുടെ ഡോക്ടർ, മൂപ്പര് പീഡിയാട്രിക് സർജനാണ്. ഡെന്റലിലും പീഡിയാട്രിക് സെക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് പാച്ചുവിനും അങ്ങനെയായിരുന്നു നമ്മൾ അന്വേഷിച്ച് നടന്നത്. അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവരും ചാക്കോച്ചനെ പ്രാർത്ഥനയിൽ ഓർക്കുക. ആപത്തൊന്നും കൂടാണ്ട് നമുക്ക് തിരിച്ച് എന്താ പറയാ, സംഭവം ചെറിയൊരു കാര്യമാണ്. ബട്ട് അനസ്തേഷ്യ കൊടുക്കുന്നോണ്ട് അതിന്റെ കൺസേൺ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ 2 വീഡിയോയിലും ചാക്കോച്ചന്റെ ഇതില് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, അടയാൻ പോകുന്ന തീ ആളി കത്തും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് തുള്ളിച്ചാടി അല്ലെങ്കിൽ ഒരു സർജറിക്ക് തുള്ളിച്ചാടി ഞാൻ അങ്ങനെയാണ് മീൻ ചെയ്തത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ബട്ട് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. നിന്റെ തുള്ളിച്ചാട്ടമൊക്കെ കണ്ട ഒരു ട്രിപ്പിന് പോകുന്ന പോലെയാണ്. ബട്ട് നമ്മൾ വേറെ കാര്യത്തിനാ പോകുന്നെന്നുള്ളത് അവന് മനസ്സിലാവണില്ലല്ലോ. അതാണ് ഞാൻ മീൻ ചെയ്തത് കേട്ടോ. വേറെ നെഗറ്റീവായിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് വിഷമമായതിൽ ഞാൻ സോറി പറയുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, നമ്മുടെ ചാക്കോച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ എല്ലാം ഭംഗിയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിയണം. നിങ്ങളുടെ സപ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ ബിസിനസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.